ഇതിനകത്ത് ഒരു കാര്യം പ്രത്യേകിച്ച് പറയാം, ഇതുവരെ നടക്കാത്ത ഒരു കാര്യമാണ്. ഈ വീഡിയോ 2 വീഡിയോ ആയിട്ടാണ് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. ഒരേ സമയം 2 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഒത്തിരി സാരികളുണ്ട്, അതിൻ്റെ കൂടെ എൻ്റെ വർത്താനം കൂടെ ആകുമ്പോൾ നല്ല ലെങ്താണ്. ഇത് ഫുൾ അപ്ലോഡ് ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ അപ്ലോഡ് ആകാൻ ദിവസങ്ങൾ എടുക്കുമെന്നാണ് പറയുന്നത്. എഡിറ്റ് എല്ലാം ചെയ്ത് വരുമ്പോഴത്തേനും ഒരു സമയമാവും. കാരണം ഇന്നിപ്പോൾ എടുക്കുമ്പോൾ തന്നെ ഏകദേശം 3:45 ആ ഒരു ടൈമായി. 7 മണിക്ക് അപ്ലോഡ് ആകത്തുമില്ല. അപ്ലോഡ് ആയാൽ തന്നെ അങ്ങ് നീണ്ടു കിടക്കും. അതുകൊണ്ട് 2 വീഡിയോ ആയിട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന. ഒരു വീഡിയോ കഴിഞ്ഞ് തൊട്ടടുത്ത വീഡിയോയും കൂടെ ഉണ്ട്. അതും കൂടെ കണ്ടിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതിയാകും. എളുപ്പത്തിന് വേണ്ടിയിട്ടും വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഇതിന് വേണ്ടിയിട്ടും കൂടെയാണ് കേട്ടോ. ഒത്തിരി സാരികളല്ലേ കാണിക്കുന്നത്. മതിയില്ലേ? നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ പ്രിയപ്പെട്ട അമ്മമാർക്കും ചേച്ചിമാർക്കും കൂട്ടുകാരികൾക്കും അനിയത്തിമാർക്കും എല്ലാവർക്കും വിമൻസ് ഡേ ആശംസകൾ, വനിതാ ദിന ആശംസകൾ. എന്താ പറയുക, എല്ലാ ദിവസങ്ങളല്ലേ ഇപ്പോൾ പണ്ടത്തെ എപ്പോഴും പണ്ടത്തെ കാലത്തെ കാര്യം പറയും. എന്നാ പറയുന്നത്, പണ്ടൊന്നും ഇങ്ങനെ ഡേയ്സോ അങ്ങനെയുള്ള ഓണം, ക്രിസ്മസ്, വിഷു, റംസാൻ അങ്ങനെയുള്ള അല്ലാതെ ഇല്ല. ഇപ്പോഴും നാട്ടിൻപുറത്ത് ജീവിക്കുന്ന സ്ത്രീകൾക്കൊക്കെ വനിതാ ദിനം അത്രേ ഉള്ളൂ. അതിനപ്പുറത്ത് ടൗണിലോട്ടൊക്കെ ഉള്ള പോലെ അല്ലെ ഓഫീസുകളിലൊക്കെ അങ്ങനെ ഈ വർക്കിംഗ് വിമൻസ് അല്ലാത്തവർക്കൊക്കെ വനിതാ ദിനമൊന്നോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഇല്ല. അവരവരുടെ ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെട്ടോണ്ട് ഓട്ടപ്പാച്ചില്ല. എനിക്ക് അങ്ങനത്തെ ധാരാളം ആൾക്കാരെ അറിയാം. അവർക്കാണ് ഏറ്റവും ആദ്യത്തെ സല്യൂട്ട്. കാരണം എന്താ പറയുക, അവനവന് കിട്ടിയ ഒരു ലൈഫ് എന്തൊക്കെയാണ്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാലേ നമുക്കൊരു ലൈഫേ ഉള്ളൂ, നമ്മുടെ ലൈഫ് നമ്മൾ ജീവിച്ച് തീർക്കണം, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കേൾക്കാം. ഇതൊന്നും കേൾക്കാൻ പോലും സമയമോ സാഹചര്യങ്ങളോ ഇല്ലാത്ത ലക്ഷക്കണക്കിന് ആൾക്കാർക്കാണ് സല്യൂട്ട്. കാരണം അവരാണ് ശരിക്കും ജീവിതം കെട്ടിപ്പടുത്തുകൊണ്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആസ്വദിക്കുന്നവർക്ക് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കൊടുക്കാനില്ല, അത് അവർ ഭാഗ്യമുള്ളവർ എന്ന് പറയുന്നേ ഉള്ളൂ. എല്ലാവർക്കും എന്നാണ്ട് വിശേഷ സുഖമാണോ? ഞാനിപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾക്ക് ആർക്കും ഒന്നും തോന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്നലെ കൂടെ വീഡിയോ ഇട്ടതാണ്. പക്ഷേ ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ട് ദിവസം 4ആയി. നല്ല പനിയൊക്കെ ആയിരുന്നു. ദൈവത്തിൻ്റെ ഓരോ കളികളെ 91 സങ്കീർത്തനം, നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന് പറഞ്ഞ പോലെ, വിദ്യ നിനക്ക് പനി വരാൻ പോകുന്നു, അതുകൊണ്ട് നീ 4-5 ദിവസത്തെ വീഡിയോ എടുത്തു വെച്ചോ എന്ന് തമ്പുരാൻ എൻ്റെ കാര്യത്തിൽ കരുതി വെച്ചതുപോലെ ഞായറാഴ്ച ഒരു 4-5 വീഡിയോ എടുത്തു. പിറ്റേ ദിവസം രാവിലെ തൊട്ട് പനി പിടിച്ച് അവശയായി. വീഡിയോ എടുത്തു വെച്ചില്ലായിരുന്നെങ്കിൽ വീഡിയോ ഇല്ലായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ഒത്തിരി ദിവസത്തെ ഗ്യാപ്പിന് ശേഷം വന്ന് നിൽക്കുന്ന പോലെ ഇപ്പോൾ പനിയൊക്കെ മാറി. പക്ഷേ പനിയുടെ ക്ഷീണം, കഫക്കെട്ട് ഇല്ല, പറഞ്ഞറിയിക്കണ്ട, മൈഗ്രെയിൻ എല്ലാം കൂടെ നല്ല രസമാണ്, നല്ല അടിപൊളിയാണ്. പാർട്ട് ഓഫ് ദ ഗെയിം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്, ഞാൻ പറഞ്ഞില്ലേ വിമൻസ് ഡേക്ക് ഒരു സ്പെഷ്യൽ ഉണ്ടെന്ന്. എന്താണെന്നറിയോ? വലിയ സ്പെഷ്യലൊന്നുമല്ല, ഒരു സൂപ്പർ ഡ്യൂപ്പർ ഡിസ്കൗണ്ട് സെയിൽ, ഓഫർ സെയിൽ അല്ല, ഡിസ്കൗണ്ട് സെയിൽ. സൂപ്പർ ഡിസ്കൗണ്ട് സെയിൽ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് നന്നായിട്ട് അറിയാം, ഇതൊരു സൂപ്പർ ഡിസ്കൗണ്ട് സെയിൽ തന്നെയാണ്. കാരണം നിങ്ങളൊരു വളരെ കുറച്ച് വീഡിയോസ് ബാക്കിലേക്ക് മറിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഈ സാരികളെല്ലാം കാണാം. ആ സാരികളാണ് നിങ്ങൾക്ക് അതിൻ്റെ പകുതി വിലയിലും അത്രയും നല്ല ഓഫറിൽ തരുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ പുതിയൊരു ഷോപ്പും കൂടെ ദൈവത്തിൻ്റെ കൃപയാൽ, വലിയ കൃപയാൽ, എനിക്കെപ്പോഴും അതാണ് എൻ്റെ മനസ്സിൽ. ഞാൻ ഇന്ന് രാവിലെ കൂടെ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ചില നല്ല രീതിക്ക് ജീവിച്ചു വന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട്, ഞാനിങ്ങനെ കഥ പറയുന്നത് കേൾക്കുന്ന ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് നോക്കാം കേട്ടോ. ആ സ്ക്രീന് 2 കൊട്ടുക, 4 കൊട്ടുക, പിന്നെ 2 കൊട്ടുക, അങ്ങനെ കൊട്ടിക്കൊണ്ടിരുന്നത് 10 സെക്കൻഡ് 2 സെക്കൻഡ് ഇങ്ങനെ നീങ്ങി പോകുന്നതാണ്. അല്ലാത്തവർ കേൾക്കട്ടെ അല്ലേ? അപ്പം അങ്ങനെയൊക്കെ ഒരു ദിവസം ഒരു നിമിഷങ്ങളല്ല, ഒരു ദിവസം ഉറങ്ങി എണീക്കുമ്പോഴേ ഓരോരുത്തരുടെ ലൈഫുകൾ മറിയുന്ന ഇഷ്ടംപോലെ കാഴ്ചകൾ നമ്മുടെ ലൈഫിൽ കാണാം. അപ്പോൾ സത്യം പറയാൻ ചിലപ്പോൾ അവർക്കും ജീവിക്കാൻ പേടിയാവും അല്ലേ? ഓരോരുത്തർക്കും നല്ല രീതിക്കൊക്കെ ജീവിച്ച് വന്നിട്ട് പെട്ടെന്ന് വീട്ടിൽ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടാകുക, ദുരന്തങ്ങളുണ്ടാകുക, അങ്ങനെയൊക്കെ കാണുമ്പോൾ, അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് മുറുകെ പിടിക്കുന്ന ഒരു സാധനമായി 91 സങ്കീർത്തനം. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവിടെ നിന്ന് നിന്നെ താങ്ങിക്കൊള്ളും, ഒരു അനർത്ഥവും നിന്റെ കൂടാരത്തിന് മേൽ സംഭവിക്കുകയില്ല എന്ന് വിശ്വസിച്ച് ജീവിക്കുക. ഇപ്പം ഇതെന്തിനായിരുന്നു പറഞ്ഞത്?
അത് മറന്നുപോയി. എന്തിലേക്കോ പറഞ്ഞു വന്ന അതിൻ്റെ ഇടയ്ക്ക് മറന്നു. എനിക്ക് അപ്പടി ചൂടെടുക്കുന്നു. എന്നിട്ടുണ്ടല്ലോ അങ്ങോട്ടാണ് പോകുന്നത്, അതുകൊണ്ടാണ്. അപ്പം ഞാൻ സാരി കാണിക്കാം കേട്ടോ. നല്ല ഇത് എന്നാന്നറിയാമോ, ഇത് ഡിസ്കൗണ്ട് സെയിലാണ്. ഇനി ഇതിനെപ്പറ്റി പറയാം, വേറെ കഥകൾ പിന്നെ പറയാം, പിന്നൊക്കെ പറയാം അല്ലേ. ഇത് നമുക്കിതിന് ഒരു പീസും കൂടെ ചോദിച്ചാലില്ല. ഒറ്റ ഒരു എന്നും നമുക്ക് ഒരു സാരി കാണിക്കുമ്പോൾ ആ സാരിക്ക് കുറേ കൂടെ സ്റ്റോക്ക് കാണും. ചിലതിന് 2 എണ്ണം കാണും, ചിലതിന് 5 എണ്ണം കാണും, ചിലതിന് 20 എണ്ണം കാണും, ചിലതിന് 50 എണ്ണം കാണും. അത്രയും സ്റ്റോക്ക് കാണും. പക്ഷേ ഇതിനിപ്പോൾ ഈ സാരിയാണെങ്കിൽ ഈ ഒരൊറ്റ ഒരെണ്ണേ ഉള്ളൂ. അങ്ങനെയാണ്. അങ്ങനെ ഏറ്റവും റീസ്റ്റോക്ക് കൊണ്ടുവന്നും പിന്നെ കളർ ഒരെണ്ണം മാത്രം 2 എണ്ണമായിട്ട് മിച്ചം വന്നും അങ്ങനെയൊക്കെയുള്ള സാരികളാണ്. ഇത് ഡാമേജുള്ള സാരി. അത് ഞാൻ പറഞ്ഞാൽ വളരെ കുറച്ച് ബാക്കിലേക്കൊന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഈ സാരികളെല്ലാം കാണാം. ഒട്ടും പഴകിയതല്ല, പുത്തൻ സാരികളാണ്. പുതിയ ഷോപ്പ് തുടങ്ങാൻ പോകുന്ന കാര്യം പറയാൻ വന്നല്ലേ. പുതിയ ഷോപ്പും കൂടെ ഓപ്പൺ ചെയ്യാൻ പോകുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു ക്ലിയറൻസ് സെയിൽ. പുതിയ ഇഷ്ടംപോലെ സാധനങ്ങൾ വരുന്നുകൊണ്ടിരിക്കുന്നു, വന്നു കഴിഞ്ഞു, ഇനി വരാനും ഇരിക്കുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള ക്ലിയറൻസ് സെയിലിന് കണ്ടു തരുന്നതാണ്. പിന്നെ ഇതിന് ഡിസ്കൗണ്ട് സെയിലാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഡിസ്കൗണ്ട് സെയിൽ ഇട്ടപ്പോൾ ഇത് തന്നെ പറഞ്ഞു. എന്നിട്ടും റിട്ടേൺ ചോദിച്ചു വന്ന ഒരാളോ 2 പേരും കണ്ടുണ്ട്. ഇതിന് ഒരു കാരണവശാലും ഞാൻ റിട്ടേൺ തരില്ല, റീഫണ്ട് തരില്ല, എക്സ്ചേഞ്ച് തരില്ല. അഹങ്കാരം പറയല്ല. ഇത് വില കിട്ടിയ വില കഴിഞ്ഞ് താന്ന് തരിക, പിന്നെ അതിന് റിട്ടേൺ റീഫണ്ടും എക്സ്ചേഞ്ചും കൂടെ അതിന് മെനക്കേടിന് പറ്റത്തില്ല. അങ്ങനെയുള്ളവരെ വാങ്ങിക്കാവുള്ളൂ. അത് ഞാൻ സ്ട്രിക്റ്റായിട്ട് പറയാം. അതിനകത്ത് ആരും അഹങ്കാരം എന്ന് വിചാരിക്കരുത്. അത് നമുക്ക് പറ്റത്തില്ല. എന്നിട്ടും ഒരു മടിയും കൂടാതെ ചോദിക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി. കാരണം അത്ര വില താത്ത കൊടുക്കുന്നത്. പിന്നെ അത് അങ്ങോട്ടൊന്ന് കൊറിയർ അയച്ച് ഇങ്ങോട്ടൊന്ന് കൊറിയർ അയച്ച് ഇങ്ങോട്ട് അയച്ച് അത് ശരിയാവത്തില്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ പറയാം, നിങ്ങൾക്ക് പൂർണ്ണ താല്പര്യത്തോടെ വാങ്ങിക്കുന്നവർ വാങ്ങിച്ചാൽ വൺസ് വാങ്ങിച്ചാൽ വാങ്ങിച്ചതാണ്. ഇത് നമ്മുടെ ഇപ്പം സെമി സിൽക്ക് സാരികൾക്ക്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സെമി സിൽക്ക് സാരികൾക്കൊക്കെ ഭയങ്കര ഡിമാൻഡ് ഉള്ള സമയമാണെന്ന് എനിക്കറിയാം. എനിക്കല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ടൈപ്പ് ഒരു സാരിയാണ്. ഇതാണ് സാരി. എന്നും വീഡിയോ കാണുന്നവർക്ക് കൃത്യമായിട്ട് ഈ സാരി ഓർമ്മ. സെമി സിൽക്ക് എന്ന് ഞാൻ പറയുന്നില്ല, സോഫ്റ്റ് സിൽക്ക്. ഭയങ്കരമായിട്ട് സോഫ്റ്റാണ്. ഇതേക്കൂടെ ഇങ്ങനെ ഒരു ലൈൻസ് ഉണ്ട്. ഇച്ചിരി സൂം ചെയ്ത് കാണിച്ച് ലൈൻസ് ഉണ്ട്. പിന്നെ ഉണ്ടല്ലോ ഇവിടെ ഒരു കോപ്പർ ചെറിയൊരു വീതി കുറഞ്ഞ ഒരു കുഞ്ഞിക്ക സെറിയുണ്ട്. ഇവിടെയോട്ട് വരുമ്പോൾ വീതിയുള്ള സെറി, താഴത്തെ ബോർഡർ. ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റഫിൽ ഒരു ബ്ലാക്ക് ലൈൻ ഉണ്ട് ചെറുതായിട്ട്. പിന്നെ ഇതിൻ്റെ മുന്താണി കോപ്പർ. ഇതാണ് മുന്താണി. ഇച്ചിരി കൂടി ഉണ്ട് കേട്ടോ, ഇങ്ങനെ 2 സൈഡിലായിട്ടാണ്. ബ്ലൗസ് ഇത് പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസ്. ഇതിൻ്റെ കളർ വന്നിട്ട് ഒരു ടീൽ ബ്ലൂ ഷെയ്ഡ്. ഇതിൻ്റെ ശരിക്കുള്ള വില എന്ത് 700 വേറെ എത്തലുണ്ടോ വില? ഒന്ന് നോക്കിക്കേ, വേറെ എത്ത വല്ല വിലയുണ്ടോന്ന്. 790 തോന്നുന്നു. ഇപ്പോഴത്തെ വിലയുണ്ട് 600 രൂപ കേട്ടോ. 790 600. കാരണം അത്ര വലിയ ഇത് പോലേക്ക് പോകാത്തെന്ന് പറയുന്നത് ഇത് പുത്തൻ സാരിയാണ്. 600 രൂപയ്ക്കൊന്നും ഇത് കിട്ടത്തില്ല, ഒരിടത്തും കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെയാണ് കാണിക്കുന്നത്. ഇനി അതിൻ്റെ വേറെ കളർ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ നല്ല വശമല്ല, ബോഡിയുടെ വശം ഏതാ? ഇത് ഒലീവ് ഗ്രീൻ്റെ ഒരു ഷെയ്ഡ്, ചെറുപയർ കളർ കണ്ടോ. ഇത് ആ സാരിയുടെ തന്നെയാണ്. ഇതിപ്പോൾ ഉണ്ടല്ലോ, ഇത് ഈ കഴിഞ്ഞ ദിവസം കാണിച്ചപ്പം നമുക്ക് ഓർഡറുകൾ കൂടുതൽ വന്നപ്പോൾ റീസ്റ്റോക്ക് വരുമ്പോൾ ഒത്തിരി പ്രാവശ്യം റീസ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ റിസ്ക് എടുത്ത് വരുത്തുക എന്നുള്ളതാണ്. റീസ്റ്റോക്കും കൂടെ വരുമ്പോൾ അത് എന്തോരം പോകുന്നൊന്നും അറിയത്തില്ല. പക്ഷേ ബിസിനസ് അല്ലേ, നമുക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ വേണ്ടി വരും. അതിനകത്തൊന്നും കാര്യമൊന്നുമില്ല. കണ്ടോ, ഇതാണ് ഇവിടുത്തെ താഴത്തെ ബോർഡർ. ഇങ്ങനെ മുകളിലത്തെ ഭയങ്കര സോഫ്റ്റാണ് ഈ മെറ്റീരിയൽ. നിങ്ങൾക്ക് കൈ കിട്ടുമ്പോൾ മനസ്സിലാവും. സിൽക്കുമാണ്, സോഫ്റ്റ് സിൽക്കാണ്. മുന്താണി വന്നിട്ട് ദേ ഇങ്ങനെ. ബ്ലൗസ് കാണിക്കണ്ടല്ലോ, ബ്ലാക്ക്. ബ്ലൗസിൻ്റെ അറ്റത്ത് ഇതേ ഒരു കോപ്പർ സുന വരും കേട്ടോ. ഇതാണ് ബ്ലൗസ്. നല്ല ഭംഗിയായിരിക്കും. ചെറിയ ഫംഗ്ഷൻ വെയറല്ല, ഫംഗ്ഷൻ വെയർ തന്നെയാണ്. പിന്നെ ഒരു ഭയങ്കര ബഹളമായിട്ടില്ല. അതിൻ്റെ മുന്താണി വന്നിട്ട് ഇങ്ങനെ എന്നെ കാണിക്കുമ്പോൾ ബോർഡർ ഇതെല്ലാം ഒന്നാണോ? അല്ല, ഇത് വേറെ. ഇനി ബോർഡറുള്ള വേറൊരു ടൈപ്പ് അതിൻ്റെ ആ 2 കളറേ ഉള്ളേ. 2 കളറും ഉള്ളൂ. ഈ 2 ഉള്ളൂ. സാരി അതേ ഉള്ളൂ.
കോപ്പർ ബോർഡർ വരുന്ന സെമി തിരിച്ചാണ് കാണിക്കുന്നത്. ഇത് താഴെ വരുന്നിടവാണേ. കോപ്പർ ബോർഡർ വരുന്ന സാരി, ടീൽ ബ്ലൂ. ഇത്തേ കൂടെ ഒരു 6 ആഗ് ഡിസൈൻ പോകുന്നിട്ടുണ്ട്, ഒരു സെൽഫ് ഡിസൈൻ 6 ആഗ് കാണാവോ? ക്യാമറയിൽ കാണാം. മുന്താണി ഇങ്ങനെ മുന്താണി വന്നിട്ട് കോപ്പർ മുന്താണി. ബ്ലൗസും ഇത് കണ്ടോ, ആ 6 ആഗ് ഉണ്ട്. കയ്യിലിങ്ങനെ കോപ്പർ ബോർഡറുമായിട്ട്, കോപ്പർ ഷെയ്ഡിൻ്റെ ബോർഡറുമായിട്ട്. ബ്ലൗസ് നല്ല ഭംഗിയുണ്ട്, നല്ലൊരു 6 ആഗ് പ്രിൻ്റൊക്കെ ആയിട്ട്. മുന്താണി ഇങ്ങനെ. ഇതിൻ്റെ ശരിക്കുള്ളത് കണ്ടോ, ഇങ്ങനെയാണ് മേളിൽ വരുന്നത് കേട്ടോ. എൻ്റെ ദൈവം, ക്യാമറയ്ക്ക് മുന്നിലെന്ന് ഓർക്കാതെ പോയി ചൊറിയുക. ഒന്ന് പറയണ്ട, എന്നാലും മിണ്ടത്തില്ല. എന്നെ കാണിച്ചാലും കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മുടി ഇവിടെ കുറ്റി പോലെ ഇങ്ങനെ ഇരിക്കുക, ഈ ലെയർ കട്ട് ചെയ്തിട്ടേ. എന്നിട്ട് അതിങ്ങനെ വന്ന് നിൽക്കുകയാണ്. എന്നൊന്ന് പറഞ്ഞു, ഞാൻ വീഡിയോ കണ്ടപ്പോൾ നിങ്ങളൊന്നും മിണ്ടി പോലും ഇല്ലല്ലോ. പിന്നെ സാധനങ്ങളാണ് ഇതുണ്ടോ, എന്തോ മിണ്ടരുതെന്ന് അങ്ങാണ്ട ഒരു വിചാരം. ഡാൻസ് ഒന്നും കളിക്കണ്ട, മിണ്ടണമെന്നേ പറഞ്ഞുള്ളൂ. അതങ്ങനെ പറയുന്നതല്ലല്ലോ, കേൾക്കുന്നത്. ഇതിന് എന്നെ കളറല്ലേ, ഒരു ബേജ് കളർ പോലത്തെ അല്ലേ. ബ്ലാക്കിൻ്റെ ഒക്കെ ഉണ്ടല്ലോ, നേരത്തെ വന്ന് ഗ്രേ കളറിലുമായിട്ട് സംഗമിച്ച് പോകുന്ന ഒരു കളറാണ് കേട്ടോ. നല്ല കളറാണ്. പക്ഷെ ഇങ്ങനത്തെ കളറുകൾക്കൊക്കെ ഒരു വെറൈറ്റി ടച്ചാണ്, കാഴ്ചയിലല്ല, ഉടുക്കുമ്പോഴാണ് ഭംഗി. ഇങ്ങനത്തെ ബോർഡർ താഴെ ഒന്നുമില്ല, വ്യത്യാസമൊന്നുമില്ല. ഇത് തന്നെ മുന്താണി കാണിക്കുന്നുണ്ടോ? ഇത് മുന്താണി, ബ്ലൗസ്. ഇത് സാരിയുടെ കളർ മാത്രമേ. അയ്യോ, വില പറഞ്ഞില്ലല്ലോ. ഇത് സെയിം റേറ്റാ, 600 രൂപ തന്നെ. 790 ഇത്തേ കിടക്കുന്നത്. പഴയ വില 790. നേരത്തെ വില 790. ഇത് നമ്പരാണോ എന്ന് ആർക്കറിയാം. ഇത്തേ കിടക്കുന്നത് 790, 600. ഇപ്പോഴത്തെ 600. ഈ കോഡ് നമ്പറൊക്കെ ഉണ്ടായി. നമ്മൾക്ക് എന്നാണെന്നറിയോ, സാരി പർച്ചേസ് ചെയ്യുമ്പോൾ ഇത് വില ഇടാൻ വേണ്ടി ബില്ല് കോഡ് നമ്പറല്ലേ, ആ കോഡ് നമ്പരൊക്കെ കിടക്കും. പല സാധനങ്ങൾ കിടക്കും. കണ്ടോ, നല്ല ഡാർക്ക് മെറൂൺ, കോപ്പർ ബോർഡർ. താഴത്തെ 6 ആഗ് ഡിസൈൻ ഉണ്ട്. ബോഡി ഇത് കാണാമോ? 6 ആഗ് ചെറുതായിട്ടാ. ബ്ലൗസ് വിത്ത് മുന്താണി. ബ്ലൗസ് മുന്താണിയുടെ അറ്റത്താണ് ബ്ലൗസ്. ഡാമേജ് അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും ഉള്ള സാരിയല്ല. ഞാനിവിടെ ഇതിൻ്റെ മാക്സിമം ഡീറ്റെയിൽസ് ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഈ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിരുന്ന എനിക്കറിയാം. ഓഫർ സെയിൽ ഇടുന്ന ദിവസത്തെ വൈകുന്നേരം ഓർഡർ എടുക്കുമ്പോഴത്തെ കാര്യങ്ങൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ഡീറ്റെയിൽസും ചോദിച്ചുകൊണ്ടിരുന്ന ഏറ്റവും അവസാനം ഉണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആയി പോകരുതേ. ബുക്ക് ചെയ്യാൻ വരുമ്പോൾ സാധനം കാണുകയല്ല, അങ്ങനെ ആകരുത് കേട്ടോ. വേണമെങ്കിൽ അപ്പം തന്നെ വീഡിയോ കാണുക, ഫുള്ളായിട്ട് കാണുക. സ്കിപ്പായി പോകുന്നതുകൊണ്ട് പകുതി സമയത്തേക്ക് പറയുന്നത് കേൾക്കത്തില്ല. എന്നിട്ട് അതാണോ ഇതാണോ ചോദിച്ചെല്ലാം പറഞ്ഞു വരുമ്പോൾ ഇപ്പുറത്തിരുന്ന് നിൽക്കുന്ന ആളത് വിറ്റ് കഴിയും. അതാ കുഴപ്പം. ഉണ്ടോ, നല്ലൊരു കളർ കേട്ടോ. മുന്തിരിയുടെ തൊലിയുടെ അകത്തെ കളറ് അല്ലേ. മുന്തിരിയുടെ തൊലി കണ്ടിട്ടാണ്. ഇനി പോയി പൊളിച്ചു നോക്കാം. പോകും ഇപ്പം പൊളിച്ചു നോക്കിയിട്ട് വാ. ആരും പനിയൊന്നും പിടിപ്പിക്കരുത് കേട്ടോ. എൻ്റെ അപ്പനെ ഒരു രക്ഷയില്ല, പനിയല്ല. അതിനുശേഷം ഒരു സാധനം ഇങ്ങോട്ട് വരും, തലവേദനയും കഫക്കെട്ടും. മുന്താണി ഇതിലത്തെ മുഴുവൻ നൂല് ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. അതാണേ, നല്ല സാരി കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്കൊക്കെ ഓർമ്മ കാണും. നെറ്റ് കോട്ട എന്ന് പറയാൻ പറ്റത്തില്ല, കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ ആണ്. ഒരു നെറ്റ് കോട്ടയുടെ ഒരു കാറ്റഗറി പെട്ട സാരി തന്നെയാണ് കേട്ടോ. നെറ്റ് കോട്ട എന്ന് പറയാം കേട്ടോ. റെഡ്, ഇതൊക്കെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. എത്രയോ തവണ റീസ്റ്റോക്കും എല്ലാ സ്റ്റോക്കും കൊണ്ടുവന്ന സാരിയൊക്കെയാണ് ഇതൊക്കെ. ഇങ്ങനെ ഒരു ടെമ്പിൾ ഡിസൈൻ വരുന്ന ബോർഡർ, മുന്താണി വന്നിട്ട് ഇങ്ങനെ ഒരു ജൂട്ടിൻ്റെ സ്റ്റൈലിലുള്ളൊരു സാധനം വീവ് ചെയ്തെടുത്തിരിക്കുന്ന മുന്താണി. ബ്ലൗസ് ഒന്നുമില്ല, ബ്ലൗസ് പ്ലെയിനാണ്. അതിൻ്റെ അകത്തെ അടിയിലത്തേക്കാണ് ബ്ലൗസ്. പ്ലെയിൻ ലൈനിങ് ഇട്ട് തയ്ക്കണം. വില പറയാം. ഇത് റെഡിഷ് മെറൂൺ, റെഡ് എന്നതിനേക്കാളും കൂടുതൽ മെറൂണിൻ്റെ ഒരു ഇതാണ് കൂടുതൽ പോയിരിക്കുന്നത്. ഇവിടെ തനി ബ്ലാക്ക്. വില 900 മറ്റേത്തല്ല വില ഇട്ടേക്കുന്നത്.
950 രൂപയുടെയാണ്, ഇപ്പോൾ 650 രൂപ. 650 600 ഒന്നുകൂടെ നോക്കിയാൽ എനിക്ക് ഒരു കണ്ടുപിടിക്കുന്നില്ല. ഗ്രേയുടെ ഒരു ഷെയ്ഡ് ബ്ലാക്ക്. മുന്താണി കാണിക്കാൻ ഇല്ല, മുന്താണി ഉണ്ട്, കാണിക്കാം. ഡെയിലി യൂസിനും ഇപ്പോഴത്തെ അതിഭീകരമായ ചൂടിനും എല്ലാം നല്ല മെറ്റീരിയൽ. നെറ്റ് കോട്ടയാണെങ്കിലും ഒതുങ്ങി നിൽക്കുന്നത്, അല്ലാതെ ഒതുങ്ങി മീൻസ് ഒരു പിടിച്ച കിട്ടുകലത്തിലിരിക്കും നിൽക്കുന്ന ആ സാധനമല്ല. സ്റ്റാർച്ച് അധികം കൂടുതലില്ലാത്തൊരു ഐറ്റം. സെമി ടസർ. ഇതിൻ്റെ തന്നെ വേറെ കളറുണ്ടോ? ഞാൻ എവിടെയോ കണ്ടല്ലോ. അത് ആ കൂട്ടത്തിൽ ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ ഒന്നിച്ചങ്ങ് കാണിക്കുന്നതായിരുന്നു നല്ലത്. ഞാൻ സെമി ടസർ എന്നാണോ പറഞ്ഞത്? സെമി ജൂട്ടാട്ടോ, സെമി ടസർ അല്ല, സെമി ജൂട്ട്. ഇത് അത് സെയിം ആണോ? തിരിഞ്ഞു വന്നാ അല്ലേ? സെമി ജൂട്ടിൻ്റെ പീക്കോക്ക് ബ്ലൂ വിത്ത് ഓറഞ്ച്, ഓറഞ്ചോ ബീച്ചോ എന്നൊക്കെ പറയാം. 1455 രൂപ. ഭയങ്കര സൗണ്ടാണോ? 1455 രൂപയാണ്. ഇപ്പോഴത്തെ വില 700 രൂപ. അവിടെ ഇച്ചിരി പണി നടക്കുന്നുണ്ട്, അതിൻ്റെ ഒച്ചയാണ്. 1455 700. ഈ സൗണ്ട് കൂടുതലാണോ? എൻ്റെ ബ്ലൗസ് ഇത് ഇത് തന്നെ ഉണ്ടോ? ഈ മുന്താണിക്ക് വരുന്ന കോൺട്രാസ്റ്റ് ഷെയ്ഡ്, അതിന് ബോർഡറും ഉണ്ട്. ബ്ലൗസ് സെമി ജൂട്ട്, ഇത് വരും മുന്താണി. കണ്ടോ? ഇനിയിപ്പോൾ നമുക്കങ്ങോട്ട് ഞാൻ പറഞ്ഞിട്ടേ ഒത്തിരി ആവശ്യം, എന്നാ പറയുന്നത്, കുറച്ച് കഴിയുമ്പം സ്കൂൾ തുറക്കും, ഒത്തിരി ഫങ്ഷനുകൾ വരും. അതെല്ലാം കഴിയുമ്പം ഒത്തിരി സാരികളൊക്കെ ആവശ്യമില്ല. അപ്പം ഓഫറിലൊക്കെ കിട്ടുമ്പോൾ വാങ്ങിക്കുക. അതിൻ്റെ നേരെ തിരിച്ച് ബോഡിക്ക് ഈ ഒരു പീച്ചിൻ്റെ ഡാർക്ക് ഷെയ്ഡ് വരും, മുന്താണി ഇങ്ങനെ വരും തിരിച്ച്. അപ്പോൾ ബ്ലൗസ് മുന്താണിയുടെ കളർ വരും. ഇവിടെ ഈ ഒരു കളറ് ബ്ലൗസിൻ്റെ ഇവിടെ വരുമ്പോൾ ബ്ലൂം. സാരി തരുമോ? സാരി അത് വേണ്ട, മറ്റേതാ ഒരേപോലത്തേത്. ഇത് കഴിഞ്ഞ ദിവസം കാണിച്ച സാരി, കഴിഞ്ഞ ദിവസം 7 കളറുമായിട്ട് വന്ന സാരി. അതിലിപ്പം 2-3 കളറും കൂടെ ഇത് റീസ്റ്റോക്ക് വന്നതായിരിക്കാം ചിലപ്പം. എങ്ങനെയാണോ ഓർക്കുന്നില്ല. എല്ലാം ഒന്നും നമ്മളിങ്ങനെ ഓർത്തിരിക്കുമല്ലോ, ഡെയിലി ഇതല്ലേ പരിപാടി. ഞാൻ പറയുന്ന പോലെ തുണിക്കടയിലായിപ്പോയി എൻ്റെ ജീവിതം. കെട്ടിയവരോടും മക്കളോടും ഒക്കെ ചില സമയത്ത് പറയാൻ പരാതി പറയാം. അമ്മ എന്നൊക്കെ ഉണ്ട്. എന്നാ പറയാനായിരുന്നു, എൻ്റെ ജീവിതം മുഴുവൻ തുണിക്കടയിലായി. എപ്പോൾ നോക്കിയാലും തുണി, എഴുന്നേറ്റ് വരുമ്പം തുണി, എപ്പോഴും ഇത് മാത്രമല്ലേ. ഗ്രേ കളറ് സെമി ടസർ. എനിക്ക് തന്നെ ഇത് സെമി ടസർ ആണല്ലോ അല്ലേ. പിന്നെ ഈ ലൈൻസില്ലേ, കാന്താവർക്ക് പോയേക്കുന്ന പോലെ ആ ഒരു നൂല് ത്രെഡ് ഇങ്ങനെ ഫുള്ള് പോയിരിക്കുക ബോഡിയെ കൂടെ. ഇങ്ങനെ ഒരു ചെറിയ ഈ സെറി കാണാവോ, ഗോൾഡൻ സെറി ഉണ്ട്. മുന്താണി വന്നിട്ട് ഇങ്ങനെ സിമ്പിൾ സാരിയാണ്. ഈ ബുജി സാരി എന്നൊക്കെ പറയല്ലേ, അങ്ങനത്തെ നല്ലൊരു കാറ്റഗറിപ്പെട്ട. നിങ്ങൾ ഈ സാരി മടക്കി വെച്ചേക്കുന്ന കണ്ടിട്ട് അതിൻ്റെ എടുപ്പൊന്നും തരും. നിങ്ങൾ നല്ല ഒരു പേളിൻ്റെ വൈറ്റ് പേളിൻ്റെ മാലയൊക്കെ ഇട്ടിട്ട് ഈ സാരിയൊക്കെ ഉടുത്ത്, ആ സാരി ഇപ്പോൾ നമ്മുടെ മഞ്ജുവാരിയിലൊക്കെ ചില മാനസമായിട്ട് ഇങ്ങനെയൊക്കെ ഇടൂലേ, അങ്ങനെയൊക്കെ ഇട്ടൊക്കെ പോവുകയാണെങ്കിൽ ഭയങ്കര വേറൊരു ലുക്കായിരിക്കും. ബ്ലൗസ് ഇത് ഞാൻ ചുമ്മാ പറയുന്ന കേട്ടോ, ഞാൻ പറയുന്നതൊന്നും ആരും ഇതാക്കല്ലേ. ആക്ക് വേലായിരിക്കാം, എന്തിനും ഇതൊക്കെ പറയേണ്ട കാര്യം എന്നാന്ന് ചിന്തിക്കുന്നവരുണ്ട്. അയ്യോ, ഞാനിതൊക്കെ ഇതും എപ്പോഴും പറയുന്നതല്ലേ. എന്നാന്നറിയോ, ബഹുജനം പലവിധം. യെല്ലോയുടെ ഒരു ഷെയ്ഡാണ്, ഗോൾഡൻ കളറെന്ന് പറയാൻ പറ്റത്തില്ല. ഗോൾഡൻ എന്ന് പറയുമ്പോൾ ഒരു തിളക്കമല്ലേ, ആ തിളക്കമില്ല. തിളക്കം എന്ന് പറയുമ്പോൾ ഈ ഒരു കാന്തായുടെ ഒരു ഇത് പോകുന്ന ആ ഒരു സംഭവത്തെ കൂടെ ചെറിയ ഒരു തരി, ആ തരി എന്ന് പറയാനുള്ളേ,
മൈക്രോസ്കോപ്പ് വെച്ച് കാണാവുന്ന അത്രയുള്ള സീക്വൻസ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ 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 സീക്വൻസിൻ്റെ ഒരു 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 പിഞ്ച് കുഞ്ഞൊരു തൊട്ടിട്ടുണ്ട്, ഒരു പേന കൊണ്ട് തൊടുന്ന പോലെ അത്രേ ഉള്ളൂ. ഇത് ഇവിടെ ഗോൾഡൻ സെറി അത് കാണത്തില്ലെന്ന് എനിക്ക് തോന്നി. മുന്താണി വന്നിട്ട് ഇത് ഇങ്ങനെ, ബ്ലൗസ് ഇങ്ങനെ ഉണ്ടോ. ആ മൊത്തത്തിലുള്ള കാന്ത വീവിങ് പോകുന്നത് ഭയങ്കര ഭംഗിയാണ്. ഇനി അതിൻ്റെ തന്നെ ഇതും അതും തമ്മിൽ കളർ വ്യത്യാസം തന്നെ ഉള്ളത്. ഇത് ഇച്ചിരി കൂടെ ഡാർക്കാന്ന് മാത്രമല്ലേ. അതെ ആദ്യം കാണിച്ചത്. അയ്യോ വില പറഞ്ഞോ? 700? ആ ശരിയാ, 890 700. ഇത് 890 700 ഇട്ടേക്കുന്നതിന് എന്താ പറയുക, ഇതൊക്കെ പുത്തൻ സാരികളാണ്, പുതുപുത്തൻ സാരികളാണ്. നിങ്ങളൊരു വളരെ കുറച്ച്, അതായത് 1 മാസം പോലും ആയില്ല വീഡിയോയിൽ, ഈ കഴിഞ്ഞ ദിവസം വരെ ഇതിന് ഓർഡർ വന്നുകൊണ്ടിരുന്ന. അതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ആ വിലയ്ക്ക് കൊടുത്ത മേടിച്ചവർക്ക് ഇത് കാണുമ്പോൾ ഒരു വിഷമം തോന്നുമായിരിക്കാം. അടുത്തത് മുന്താണി ഇങ്ങനെ ഉണ്ടോ, ബ്ലൗസ് ഇങ്ങനെ. പിന്നെ ഈ ഓഫർ സൈഡിൻ്റെ സാധനങ്ങൾ ഒരു കൂടി വന്നാൽ ഒരു 2 ദിവസമോ 3 ദിവസം അത് കഴിഞ്ഞ് മിച്ചം വന്നാൽ പോലും കൊടുക്കത്തില്ല കേട്ടോ. അതിങ്ങനെ ആ വൈറ്റിൻ്റെ എന്താണെന്ന് ചോദിച്ചാലേ, പഴയതിങ്ങനെ ഇപ്പം കഴിഞ്ഞ ഓഫർ സെയിലിനിട്ട സാധനങ്ങൾ ഇപ്പോഴും ഉണ്ടോ ലേറ്റായിട്ട് വീഡിയോ കാണുന്നവർ ഉണ്ട്. അപ്പോൾ നമുക്കിത് തപ്പിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ടാണ്. എന്താണ്? അതുകൊണ്ടാണ്. ഈ സാരി ഓർമ്മയുണ്ടോ? ഇതിൻ്റെ ആദ്യം ബ്ലൗസ് കാണിക്കാം. ഈ സാരിയുടെ ബ്ലൗസ് ഇത് ചെക്ക്. ഇനിയിപ്പോൾ ഈസ്റ്ററും ദുഃഖവെള്ളിയാഴ്ചയൊക്കെ വരുമ്പം ലൈറ്റ് കളറ് വേണമല്ലോ. അങ്ങനത്തെ വൈറ്റ് ഇങ്ങനത്തെ ലൈറ്റ് ഷെയ്ഡുകൾക്കൊക്കെ ഭയങ്കര ആവശ്യക്കാരും ഡിമാൻഡും ഉണ്ട്. ഇപ്പോൾ എടുത്തു വെച്ചോ, ഇത്രയും ചെറിയ വിലയ്ക്ക് വേറെ എപ്പോൾ കിട്ടും? ക്രീമും ഇതിപ്പോൾ ഒരു ഡാർക്ക് മെറൂണും അങ്ങനെ വന്ന് ഇവിടെ ഒരു ചെക്ക്, ബ്ലൗസ് ഒരു ചെക്ക്. ഇനി മുന്താണിക്ക് ചെക്കല്ല, കണ്ടോ ഇതാണ് മുന്താണി. ചുമ്മാ ഒരു ഡിസൈൻ അത്രേ ഉള്ളൂ. ഉണ്ടോ മുന്താണി? വില പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. അതെന്താ പറയാത്തത്? $150. ഇത് വില എനിക്ക് മനസ്സിലാകുന്നില്ല, കുറേ നമ്പർ കിടക്ക്. 450. 820 രൂപയുടെ സാരി ഇപ്പം 450 രൂപ. ഇവിടുത്തെ ഈ ഒരു സാധനം മാത്രം മാറുന്നുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആട്ടോ. ഇതിപ്പോൾ ഒരു ഗ്രീൻ, രാമ ഗ്രീൻ എന്നൊക്കെ പറയുന്ന അതും ഒരു റോയൽ ബ്ലൂവും കൂടെ മിക്സായിട്ട് ചെക്ക്. ഇത് ബ്ലൗസ്, മുന്താണിതുകൊണ്ടേ ഇങ്ങനെ കണ്ടോ. സിമ്പിൾ സാരിയാ, വളരെ സിമ്പിൾ സാരിയാ. ഉടുക്കാനും കൊണ്ട് നടക്കാനും ഒക്കെ ഇത് കണ്ടോ ഇത്രയും ഇതായിട്ട് വരും. ഭയങ്കര കംഫർട്ടാണ്, ഭയങ്കര മീൻസ് ഒതുങ്ങിക്കിടക്കോ, എങ്ങനെ യൂസ് ചെയ്യുമോ, റഫ് യൂസ് ചെയ്യുമോ, എന്ത് വേണേൽ ചെയ്യാം. പിന്നെ മൊത്തത്തിലൊരു ചന്തമുണ്ട്, അതാണ് അതിൻ്റെ ഒരു ബൂട്ടി. ക്രീം വിത്ത് ഇവിടെ വന്നിട്ട് ഗ്രേയും മെറൂണും കൂടെ കൂടി വന്നിട്ട് ചെക്ക്. ബ്ലൗസ് ഇത്, ബ്ലൗസ് കാണാമോ? ഇത് ബ്ലൗസ്. എന്താണ് ഇത്? 450 രൂപ അല്ലേ ഉള്ളൂ. ഒരു നഷ്ടവും ഇല്ല എന്ന് എനിക്ക് തന്നെ അറിയാം. കാരണം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തുണിക്കകത്ത് ഇങ്ങനെ ജീവിക്കുന്നതുകൊണ്ട് നമുക്ക് ഓരോന്നും ഇപ്പോൾ കണ്ണ് കാണുമ്പോഴേ തൊടുമ്പോഴേ അറിയാം. ആദ്യ കാലത്തൊന്നും അങ്ങനെയൊന്നും അറിയത്തൊന്നുമില്ലായിരുന്നു. കളറ് വരെ എന്ന് പറയാൻ നിൽക്കുമായിരുന്നു ചിലപ്പോൾ. എന്നിട്ട് കിടന്ന് വീടെടുത്ത് കിടന്ന് ഉരുളു. എനിക്കിപ്പോൾ കിട്ടുന്നില്ലാത്ത എനിക്കറിയാം. ഇത് ഒരു മസ്റ്റാർഡ് യെല്ലോയും മെറൂണും ബ്ലൗസ്. ഇനി മുന്താണി കാണിക്കണ്ടല്ലോ, ഇത് തന്നെ മുന്താണി സംഭവം. മുമ്പേ കണ്ടില്ലേ? അടുത്തതൊരു കോട്ടൻ്റെ ഒരു സ്റ്റഫുള്ള ഒരു സാരി. കോട്ടൺ സ്റ്റഫാണ്, പക്ഷെ സ്റ്റാർച്ച് ചെയ്യേണ്ടതല്ല. ഫ്ലോറൽ പ്രിൻറ്റുമായിട്ട് ഡെയിലി ഉടുക്കാൻ നല്ലൊരു സാരി.
ഗ്രേ കളറിൽ. ഗ്രേ എന്ന് പറയുമ്പോൾ ഇതങ്ങ് മങ്ങിയ ഒരു കളറ്, പക്ഷേ ഇങ്ങോട്ട് വരുമ്പോഴും ബോഡിക്കും ആ ഒരു ഡാർക്ക് ഗ്രീനിൻ്റെ ഫ്ലോറൽ പ്രിൻറ്റും ഇതും എല്ലാം കൂടെ വരുമ്പോൾ ഒരു ആനച്ചന്തം. ഇതേ വില ഇട്ടില്ലേ? ഇതിൻ്റെ വേറെ കാണുമെന്ന്, വേറെ ഉണ്ട് ഇതിൻ്റെ തന്നെ ഒരു വേറെയും കൂടെ കാണും. അത് ഒരെണ്ണത്തെ വില കിടക്കുന്നത്. അത് തന്നെ ഇതിൻ്റെ വേറൊരു കളറ് കണ്ടോ? കാണാതെ ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞോന്ന് പറ. $850 600. നല്ല സാരി ഇതൊക്കെ കേട്ടോ. നല്ല എന്നാ പറയുന്നത്, ഒരു ജൂട്ട് ഫീല് തരുന്ന ഒരു സ്റ്റഫ്. കോട്ടൺ ആണ്, സ്റ്റാർച്ച് ഒന്നും ചെയ്യേണ്ടതല്ല, കോട്ടൺ തന്നെയാണ് ഇത്. ഇത് ബ്ലാക്കും ഗ്രീനും. മുമ്പേ കണ്ടത് ആഷും. അയ്യോ ഇത് വില കിട്ടിയോ? ഞാൻ പറഞ്ഞില്ലേ 600. മുന്താണ് ഇങ്ങനെ ടാസിലൊക്കെ പിടിപ്പിച്ച് ഈ ബുട്ടീക്ക് സാരി ഇല്ലേ, അങ്ങനത്തെ ഒരു കാറ്റഗറിയിലുള്ള സാധനം അത്. ബുട്ടീക്ക് സാരി വരുമ്പോൾ ടാസിൽ പിടിപ്പിക്കുന്നൊക്കെ ഒരു വെറൈറ്റി ഒക്കെ വരും. ബുട്ടീക്ക് ഈ സാധനമൊന്നും മിക്കവാറും ചിലപ്പോഴാണെങ്കിൽ നിങ്ങൾ ഈ കാഞ്ഞിരപ്പള്ളി അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് കടയിൽ ഷോപ്പിൽ വന്നു പോകാൻ അടുത്തുള്ളവർ പോലും കഴിയുമെങ്കിൽ നല്ല ഓൺലൈനിൽ ബുക്ക് ചെയ്താലേ കിട്ടാൻ ചാൻസ് ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഇതിനെല്ലാം ഒറ്റ പീസ് വെച്ചേ ഉള്ളൂ. നമ്മളല്ലാതെ ഓൺലൈനിൽ കാണിക്കുന്ന സാധനങ്ങൾ പോലും പലപ്പോഴും നിങ്ങൾ കടയിൽ വരുമ്പോഴത്തേക്കും തീർന്നു പോയിട്ടുണ്ട്. ഞാൻ ഒത്തിരി എണ്ണം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ചിലതൊക്കെ അന്ന് തന്നെ നിന്ന് വിട്ടാൽ നിങ്ങൾ ഉദ്ദേശിച്ച കളർ കിട്ടിയില്ലെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പർട്ടിക്കുലർ കളർ കിട്ടിയില്ലെങ്കിലും വേറെ കളറുകൾ ഉള്ളത് നിങ്ങൾക്ക് കണ്ടെടുക്കാം. പക്ഷേ ഇതിനകത്തും ചാൻസ് ഇല്ല കേട്ടോ, ഒറ്റ പീസേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വേണ്ടവർ അന്നപ്പോൾ തന്നെ ബുക്ക് ചെയ്യാം, എന്നിട്ട് വേണമെങ്കിൽ വന്ന് മേടിച്ചോ. ഇത് ഷിപ്പിങ് കൊടുക്കണ്ടല്ലോ. ഇത് $890, 650 വേറൊരു സാരി. ഇത് ഈ പറഞ്ഞ പോലെ കോട്ടൺ സ്റ്റഫ്, ഒരു ചന്തേരി കോട്ടൻ്റെ ഒരു സ്റ്റഫ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ. ഇത് നേവി ബ്ലൂ വിത്ത് ലൈറ്റ് വയലറ്റ്. ഇത് മുന്താണി കളർ മറന്നു പോയിട്ടാ, ഉയ്യോന്ന് വെച്ച മുന്താണി. ഇത് ബ്ലൗസോ, ഇത് നല്ല തെളിമയുള്ള നല്ലൊരു കളർ. ഈ ബ്ലൗസ് വരും, കണ്ടോ? നല്ല ബ്ലൗസ് അല്ലേ? 650 ഈ വീഡിയോ ഇവിടെ തീരുന്നില്ല. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വേറൊരു വീഡിയോയും കൂടെ ഉണ്ട്. കാരണം ഇത് ലെങ്തി ആയി പോയത് കൊണ്ട് 2 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ കൂടെ തന്നെ ടൈം നോക്കിയാൽ മതി. ഇതിൻ്റെ ഒപ്പം തന്നെ ഈ ഡ്രസ്സ് ഇട്ടിൽ വേറൊരു വീഡിയോയും കൂടെ ഉണ്ട്. അതും കൂടെ കണ്ടിട്ട് നിങ്ങൾ ഇത് ചെയ്താൽ മതി. അപ്പം ഞാൻ ഈ വീഡിയോയ്ക്ക് സൈനിങ് ഓഫ് പറയുന്നില്ല.